എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡക്റ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നത്. ഡക്റ്റ് ഇൻസ്റ്റാളേഷൻ. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ് ഇൻസുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലേഷനുള്ള ക്ലാസ് നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ പറയേണ്ടതായിരുന്നു. നമ്മൾ സേഫ്റ്റിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു നമ്മൾ ക്ലാസ് എടുക്കാം. പക്ഷേ നമ്മളിപ്പം ഡക്റ്റ് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി. ഡക്റ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് മറ്റേ സേഫ്റ്റിയുടെ കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഒരു സൈറ്റിൽ ചെല്ലുമ്പോൾ ആദ്യം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി ഷൂ ഉണ്ടാവണം, പിന്നെ കമ്പനി തന്നിരിക്കുന്ന കവറോൾ ഉണ്ടാകണം. അത് കഴിഞ്ഞ് നമ്മൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് ഹെൽമെറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സൈറ്റിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഫോർമാൻ്റെ അണ്ടറിൽ നമ്മൾ നിയമിച്ചിട്ടുണ്ടാവും. ആ ഫോർമാൻ്റെ അണ്ടറിൽ പോയി ഒപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർമാർ എന്താണോ വർക്ക് പറയുന്നത് ആ വർക്ക് കൃത്യമായിട്ട് സേഫ്റ്റി റൂൾസിൽ നമ്മൾ പാലിക്കണം. ഓക്കെ, ഇത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സേഫ്റ്റി അവാർഡാണ്. ഈ അവാർഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോർമാന്മാർക്ക് അവർ ഒരു ടീമായിട്ട് കുറച്ച് ആൾക്കാരെ തരും. അവരെ സേഫ്റ്റി റൂൾസിലേക്ക് കൂടെ വർക്ക് പ്രോപ്പർലി ആയിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ്. രണ്ടാമത് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിന് കമ്പനി തന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇത്. കണ്ടോ ഗൈസ്, ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഇവിടുന്ന് നാട് വിട്ട് പോയി കഴിഞ്ഞ് അവിടെ വിദേശങ്ങളിൽ പോകുമ്പോൾ ജോലി ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തിരിച്ചു വരണം. വരുമ്പോൾ കണ്ണ്, കാല്, കൈ ഒന്നുമില്ലാതെ തിരിച്ചു വരാനുള്ള ഒരവസരം ദൈവം ഉണ്ടാക്കാതിരിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ സേഫ്റ്റി റൂൾസ് എല്ലാം പാലിക്കുക. ഓക്കെ, ചില വലിയ വലിയ കമ്പനികളിലൊക്കെ രാവിലെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒരു സേഫ്റ്റി മീറ്റിംഗ് ഉണ്ടാവും. ഒരു 5 മിനിറ്റ് സേഫ്റ്റി മീറ്റിംഗ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഫോർമാന്മാർ അവരവരുടെ ടീമിനെ വിളിച്ച് ഒരു 5 മിനിറ്റ് ഒരു സേഫ്റ്റി മീറ്റിംഗ് ഉണ്ടാവും വർക്ക് തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും പാലിക്കണം, അത് ഫോളോ ചെയ്യണം. അതനുസരിച്ച് മാത്രമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അത് വിശ്വസിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രം ഓരോ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് ദൈവത്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രം വേണം ഓരോ ദിവസവും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡക്റ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതായത് ഡക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റാഡ് തലയിൽ മുട്ടും. അപ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വേണം. ഹെൽത്തി മെഷീൻ റാഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിറയെ പൊടികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്ലാസ് നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ച് മേടിക്കണം കമ്പനിയിൽ നിന്ന്. പിന്നെ ഹാൻഡ് ഗ്ലൗസ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യണം. പിന്നെ പൊടികളടിക്കുന്നതിന് മാസ്ക്, ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെയാണോ ഇവിടുന്ന് പുറം രാജ്യങ്ങൾക്ക് ഗൾഫിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വരാൻ പറ്റും. അതെല്ലാം സേഫ്റ്റി റൂൾസ് പാലിച്ചേ പറ്റൂ. അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സേഫ്റ്റിയും പാലിക്കണം, ജോലിയും ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പ്രാക്ടീസ് ആവണം. പിന്നെ ചില കമ്പനികളിലൊക്കെ നമുക്ക് ഫുഡ് സ്വയം വെച്ച് കഴിക്കലേക്കും
ചിലവർ പിന്നെ കമ്പനിയുടെ അക്കോമഡേഷൻ ഫുഡും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാവിലെ 6 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവർ വൈകുന്നേരം തിരിച്ചെത്തുമ്പോഴേക്കും 7 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ കൃത്യസമയത്ത് തന്നെ ഉറങ്ങുകയും ചെയ്യണം. മൊബൈലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടായിരിക്കും. വണ്ടി 1 മിനിറ്റ് എക്സ്ട്രാ നിൽക്കില്ല, ആ കറക്റ്റ് ടൈമിൽ തന്നെ പോകും. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ പിന്നെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വേറൊരു ലോകം, വേറൊരു ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പിന്നെ ചിന്ത മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് പരമാവധി നാട്ടിലെ ടെൻഷനും കാര്യമൊക്കെ ആകുമ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പരമാവധി മൈൻഡ് വളരെ റിലാക്സ് ആക്കിയിട്ട് വേണം ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേഫ്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ച് ജോലി ചെയ്യുക. അതേപോലെ പോയിട്ട് ജോലി കഴിഞ്ഞ് നാട്ടിലോട്ട് വരുന്നതും വളരെ ഹാപ്പി ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്നത്തെ ഡക്റ്റിൻ്റെ അവസാനത്തെ ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഡക്റ്റിൻ്റെ വർക്ക് ഇന്ന് 4ാം ഭാഗം ഇന്നലെ കഴിഞ്ഞ്, ഇന്ന് 5ാം ഭാഗമാണ്. അപ്പോൾ ഈ സേഫ്റ്റീൻ്റെ ആദ്യം ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, പക്ഷെ അത് വൈകിപ്പോയി. എന്നാലും ഇനി ഗൾഫിലൂടെയൊക്കെ പോകുന്നവർക്ക് ഇത് അവർക്കൊരു പിന്നെ ഒരു മെസ്സേജാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പം നാളെ മുതൽ നമുക്ക് ക്ലാസ് ഇൻസുലേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ക്ലാസ് നാളെ അടുത്ത ദിവസം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഇന്ന് നമുക്ക് ഇത്തിരി സേഫ്റ്റീൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഡക്റ്റ് ഇൻസ്റ്റാളേഷൻ വർക്കിൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നാളെ മുതൽ നമുക്ക് ഇൻസ്റ്റലേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ.